തീർച്ചയായിട്ടും ഇന്ന് ഒരു പുതിയ ദിനമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇന്ന് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. 25-ന്റെ തുടക്കവും ചെറുകെന്ന് പറയുന്ന ഭിന്നശേഷി സംഗമത്തിന്റെയും വധൂവരന്മാരെ കണ്ടെത്തലുമായി ഒരുക്കുന്ന ഈ മനോഹരമായ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ കാത്തിരിക്കുന്ന എല്ലാ മനസ്സുകളും ഏറെ സ്നേഹത്തിലും ഏറെ ആകാംക്ഷയിലൊക്കെയാണ്. ഈ പരിപാടി ഇവിടെ പൂർണ്ണമായി തീരുന്നെടുത്ത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഒരുപക്ഷെ കുന്നിറങ്ങി നിങ്ങൾ പുറത്തേക്ക് പോകും. ജീവിതം സന്തോഷകരമായിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ഇടങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 19 രാജ്യങ്ങളും 1050 വേദികളിലും ഫിലിപ്പമ്പടെന്ന് പറഞ്ഞ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വേദിയിരുന്നത് നിങ്ങളെയൊക്കെ സാഹോദം വീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ പ്രത്യേക കഴിവുകളുള്ള മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ അവരുടെ മുഖഭാവങ്ങളെ ഞാൻ ഇങ്ങനെ നോക്കിക്കണ്ടത്. ദൈവം എല്ലാവർക്കും ഈ മക്കളെ സമ്മാനിച്ചിട്ടില്ല. പക്ഷെ പവിത്രമായ കരങ്ങളിൽ സമ്മാനിച്ചാൽ മാത്രമേ അവനെ അവളെ നീ ചേർത്ത് പിടിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് കൃത്യമായ നിശ്ചയമുള്ളത് കൊണ്ടാണ് ഈ ഇരിക്കുന്ന മാതാപിതാക്കളുടെ കൈകളിൽ മാത്രം ഈ മക്കളെ നിങ്ങൾക്ക് സമ്മാനിച്ചത്. ഒരുപക്ഷെ രാജ്യം തന്നെ പ്രത്യേക കഴിവുകളുള്ളവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടതാണ്. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ ഖത്തറിന്റെ രാജകുമാരൻ ഷെയ്ഖ് തമീം ബിൻ ഖൽത്താനി, അദ്ദേഹം ആ രാജ്യത്ത് നടന്ന ഫുട്ബോൾ മാമാങ്കം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കപ്പെട്ടത് അരയ്ക്ക് താഴെ ഒരിക്കലും വളരില്ല, ഇവരെ പ്രസവിക്കരുതെന്ന് വൈദ്യശാസ്ത്ര വിധി എഴുതിയ മുത്താ ഹബീബ് എന്ന് പറയുന്ന ആ 20 വയസ്സുകാരനെ ക്ഷണിച്ചുകൊണ്ടാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ഫുട്ബോൾ മാമാങ്കത്തിന് തിരികൊളുത്തിയത്. ഒരുപക്ഷെ എത്രയോ കളികൾ ഫ്രാൻസും ഇറ്റലിയും നടന്ന കളികൾ എത്രയോ കളികളിലാണ് പ്രത്യേക കഴിവുകളുള്ളവർ വീൽ ചെറുച്ചെന്നുകൊണ്ട് കാണികളെ അതുപോലത്തെ കളിക്കാരെ അഭിസംബോധന ചെയ്തത്. ഒരുപക്ഷെ ലോകം ഇന്നിങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രത്യേക കഴിവുകളുള്ളവരെ ആദരിക്കാനും സ്നേഹിക്കാനും മനസ്സ് കാണിക്കുന്ന ഒരു സംവിധാനം എല്ലാ ഇടങ്ങളിലും തുറക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേക കഴിവുള്ള ആളുകളെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ക്യാമ്പസിനകത്ത് പല ഇടങ്ങളിലും അവരെ സുഖമായി യാത്ര ചെയ്യാൻ സഞ്ചാരയുഗമാക്കപ്പെട്ട ഒരു ക്യാമ്പസ് കേരളത്തിലെ മറ്റൊരു ക്യാമ്പസുകളും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ചില ആളുകൾ ചിലർക്ക് കൊടുക്കുന്ന മനസ്സിന്റെ ഇടമാണ് ഇന്നില്ലാതെ പോകുന്നു. പക്ഷെ ചിലർക്ക് ഇടം കൊടുക്കുന്നു. ആ ഇടമായി തീരട്ടെ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഏറ്റവും സന്തോഷകരം. മാക്സിമം ഈ ഫംഗ്ഷൻസ് നിങ്ങളുടെ സ്റ്റാറ്റസുകളിലും വീഡിയോകളിലും നടക്കാൻ സംവിധാനം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വളരെ വ്യത്യസ്തമായ ഭിന്നശേഷി വ്യക്തികൾക്ക് വേണ്ടി പല പ്രോഗ്രാമുകളും പഞ്ചായത്തുകളാകട്ടെ ജില്ലാ ഭരണകൂടമാകട്ടെ ഒക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കാണാറുണ്ട്. ആ രീതിയിൽ അതിന് വളരെയധികം അർഹതയുള്ള വ്യക്തികൾ കൂടിയാണ് സമൂഹത്തിൽ ഭിന്നശേഷി സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾ. പാസാക്കിയ ഒരു ബൃഹത്തായ നിയമമുണ്ട് ഭിന്നശേഷി സംരക്ഷണത്തിന് വേണ്ടി. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജനപ്രതിനിധികൾക്കും നിയമ പശ്ചാത്തലമുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഭിന്നശേഷി വ്യക്തികളുടെ അവകാശങ്ങൾ എന്താണ്, അവര് പൂർണ്ണമായും സമൂഹത്തിൽ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ നിയമം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ ആശയം എന്നുള്ളത്. സമൂഹത്തിലെ നമ്മുടെ സിവിൽ സ്റ്റേഷനുകളിൽ പോലും ആവശ്യത്തിന് റാമ്പുകളോ ഭിന്നശേഷി സൗഹൃദമായ ടോയ്ലറ്റുകളോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുമുണ്ട്. നിങ്ങൾ എല്ലാവരും കുറെ താഴെയാണെന്നോ ബാക്കിയുള്ളവർ കുറെ മേലെയാണെന്നോ ഒരു ചിന്തയും ആർക്കും ഉണ്ടാകരുത്. നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളാകാം. പക്ഷെ അതൊന്നും വകവെക്കാതെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയ കുറെ ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ കാണേണ്ടത്. ഫിലിപ്പമ്പാട് സാർ എന്തൊക്കെയാണ് നമ്മളോട് സംസാരിച്ചത് എന്ന അവസാന ഭാഗ്യം ഞാൻ കേട്ടിട്ടുള്ളൂ. പല ആളുകളെയും ചരിത്രം ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ശ്രീകാന്ത് കൊല്ല എന്ന് പറയുന്ന ഒരാളുടെ പേര് കിട്ടും. ശ്രീകാന്ത് കൊല്ല എന്നടിച്ചു നോക്കിയാൽ മതി. ശ്രീകാന്ത് കൊല്ല ചെറുപ്പം മുതൽ അന്ധനാണ്. ഇതിലെ കയ്യോ കാലോ ചെറുതായിട്ടൊന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരിക എന്നതിനേക്കാൾ ഭീകരമാണ് കണ്ണ് നഷ്ടപ്പെടുക എന്നുള്ളത്. 2 കണ്ണുമില്ലാതെ സ്കൂളിൽ ചേർന്നു. ആ സ്കൂളിൽ 10ാം ക്ലാസ് ആയപ്പോൾ +2 ചേരാൻ വേണ്ടിയിട്ട് സയൻസിന് പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. കഥ ചുരുക്കി പറയാം, ഇതൊരു ചരിത്രമാണ്. ഈ ശ്രീകാന്ത് കൊല്ല ജന്മനാ അന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ 2 കണ്ണും കാണാതെ മുന്നോട്ട് പോവാൻ +2 സയൻസിന് പഠിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ സ്കൂൾ അധികൃതർ പറഞ്ഞു സയൻസിന് പഠിക്കാൻ കഴിയില്ല, കാരണം ലാബ് ഉണ്ടായതുകൊണ്ട്, കാരണം കുറെ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കാനുണ്ടായതുകൊണ്ട് കണ്ണില്ലാത്തവർക്ക് സയൻസ് പറ്റില്ല എന്ന് സ്കൂൾ പറഞ്ഞു. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഈ ശ്രീകാന്ത് കൊല്ല എന്ന് പറയുന്ന ആ കുട്ടി കോടതിയെ സമീപിക്കാൻ
കോടതിയെ സമീപിച്ച് കോടതിയുടെ കനിവോട് അല്ലെങ്കിൽ അതിന്റെ നിയമവ്യവസ്ഥയിൽ അദ്ദേഹം +2 സയൻസിന് പഠിക്കുകയാണ്. +2 സയൻസിന് പഠിച്ചിട്ട് സാക്ഷാൽ IIT-യിൽ തന്നെ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് ക്യാമ്പസാണ് IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിൽ ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് മോഹിച്ചു, ആഗ്രഹിച്ചു. പക്ഷെ IIT റിജക്ട് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് പോലും ശ്രീകാന്ത് ബല്ലയെ റിജക്ട് ചെയ്തു. അങ്ങനെയാണ് ശ്രീകാന്ത് ബല്ല ലോകത്തിന്റെ IIT എന്നറിയപ്പെടുന്ന MIT-യിലേക്ക്, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി USA-യിലെ ലോകത്തിലെ ഏറ്റവും വലിയ IT ക്യാമ്പസ് ആയിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ആയിട്ടുള്ള ക്യാമ്പസിലേക്ക് മെയിൽ അയക്കുന്നത്. നമ്മൾ അറിയേണ്ടത് ആ മെയിൽ പോലും ഒരാളുടെ സഹായത്താലെയാണ് അയക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് MIT സീറ്റ് കൊടുക്കുന്നു. MIT-യിൽ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഒരു കമ്പനി അദ്ദേഹം എന്താക്കുന്നു, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. 2 കണ്ണും കാണാത്ത ഈ ആള്, അവർക്ക് ജോലി കൊടുക്കുന്നത് 50% ആളുകൾ, അവരെല്ലാവരും അന്ധരായിരിക്കണം എന്റെ കമ്പനിയിൽ എന്ന് തീരുമാനിച്ച വ്യക്തി കൂടിയാണ് ശ്രീകാന്ത് ബല്ല. അങ്ങനെയാണ് അദ്ദേഹം വലിയ പദ്ധതി ഉണ്ടാക്കി. പക്ഷേ ആയിരക്കണക്കിന് കോടി വേണമായിരുന്നു. ആ ആയിരക്കണക്കിന് കോടികൾ എങ്ങനെ ശേഖരിക്കുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ അന്ധൻ ആകെ തേടിയെത്തി. നേരത്തെ ഫിലിപ്പ് അമ്പാട് സാർ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മളോട് വിട പറഞ്ഞു പോയ രത്തൻ ടാറ്റയെ സമീപിക്കുന്നു. ആ രത്തൻ ടാറ്റ ആയിരക്കണക്കിന് കോടികൾ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇന്നേക്ക് കാണാൻ പറ്റും. ബെല്ലന്റ് ഇൻഡസ്ട്രീസ് എന്നാണ് കമ്പനിയുടെ പേര്. ലോകത്തിലെ ഉന്നതമായ കമ്പനിയായി ഇന്ന് നിലനിൽക്കുന്നു. IIT റിജക്ട് ചെയ്ത, സ്കൂൾ റിജക്ട് ചെയ്ത, കോടതിയുടെ കനിവോടുകൂടി സയൻസ് പഠിച്ച, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസിൽ അന്ധനായി കടന്നു ചെന്ന ഒരു വ്യക്തിയുടെ പേര് കൂടിയാണ് ശ്രീകാന്ത് ബല്ല. വടിയും കുത്തിപ്പിടിച്ച് എന്റെ തമ്പുരാൻ നിങ്ങളെ പഠിപ്പിച്ചത് എനിക്ക് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിമനോഹരമായി നടന്നു വരുന്നത്. ആ സമയത്ത് ശബ്ദമെന്ന് ഉയർന്നപ്പോ അലി റളിയല്ലാഹു തആല മരുമകൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പോകണം, അവിടെ VIP-കളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. VIP-കളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പോയി. അന്ന് പ്രധാനികളോട് എന്ന വാക്കാണ്, VIP എന്നുള്ള വാക്ക് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകില്ല. പ്രധാനികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോകുന്ന നിമിത്തമാണെന്ന് വിശുദ്ധ ഖുർആനിൽ കാണുന്നത്. വിശ്വാസികളായ ആളുകൾക്കറിയാം, അബസവതവല്ല അൻജാഅഹുൽ അഅമ എന്ന് പറയുന്ന ആ സൂക്തം ഇറങ്ങിയത്. എന്ന് വെച്ചാൽ അന്ധനായ എന്റെ പ്രിയങ്കരനായ എന്റെ അന്ധനായ വ്യക്തി നിങ്ങളെ തേടി വന്നപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞ പ്രവാചകരെ, അവരെ പിരിച്ചുവിട്ടേക്ക്. എന്റെ കണ്ണിലെ VIP അന്ധനായ ഈ മനുഷ്യനാണ്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രധാനികളല്ല എന്ന് ദൈവം തമ്പുരാൻ പറയുന്നതായി വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ VIP-കൾ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞോട്ടെ, നിങ്ങളാണ്, ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളുമാണ്, അല്ലാതെ ലോകത്തിലെ VIP-കളല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മനസ്സിന് കരുത്താർജിക്കുക. ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിനോദയാത്രകളും അതേപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഓരോ ടർഫില് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫിനിറ്റി വളണ്ടിയേഴ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ പരിപാടിക്ക് ഇൻഫിനിറ്റി വളണ്ടിയറിന്റെ രക്ഷാധികാരി എന്ന നിലയിലും അതേപോലെ തന്നെ ജനമൈത്രി പോലീസ് ഓഫീസർ എന്ന നിലയിലും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നേരിടുന്ന ആളുകളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും പണവും സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ടും ഡിപ്രഷന് ചികിത്സയ്ക്ക് വരുന്ന മനുഷ്യന്മാരെ എല്ലാ ദിവസവും കാണുന്നവരാണ്. ഈ പോരായ്മകൾക്കിടയിലൊക്കെ എത്ര സുന്ദരമായ, എത്ര പ്രതീക്ഷാ നിർഭരമായ കണ്ണുകളും മുഖങ്ങളുമാണ് എൻ്റെ മുമ്പിലെന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. നിങ്ങളെത്ര പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നതിലെന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സംഘാടകർ എത്രയോ ദിവസങ്ങളായിട്ട് അവരുടെ ചിറക് നിങ്ങൾ വിടർത്തി വെച്ചിരിക്കുകയാണ്. കോഴി തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിറക് വിരിച്ചു വെക്കുന്നത് അതിനെ സംരക്ഷിക്കാനാണ്. പക്ഷെ നമ്മൾ എന്നും ആ ചിറകിന് താഴെ തന്നെ നിൽക്കേണ്ടവരല്ല. നമ്മളുടെ ചിറക് വിരിച്ച് നമ്മൾ ആകാശങ്ങളിലേക്ക് ഉയർന്നു പോകണം. പ്രതിസന്ധികളെ അവസരങ്ങളാക്കുന്നവരാണ് പ്രതിഭകൾ. പ്രതിസന്ധികൾ പതറിപ്പോകുന്നവർ പരാജിതരാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മളിപ്പോ കണ്ണ് കാണുന്നവരെ കുറിച്ച് പറഞ്ഞു. കണ്ണ് കാണാത്ത 1 കോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. നേരം വെളുത്ത് എണീറ്റ് പ്രഭാതം കാണാത്ത, നേരം വെളുത്ത് എണീറ്റിട്ട് നമ്മുടെ പ്രകാശവും പ്രഭാതവും ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. 1 കോടി മനുഷ്യർ. കൈയില്ലാത്ത മനുഷ്യർ, നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കാത്തവർ. ഞാനൊരു ഭിന്നശേഷി വിദ്യാലയത്തിന്റെ ഡയറക്ടറാണ്. എനിക്ക് ഏകദേശം 200 മക്കളുണ്ട്. ബുദ്ധിമാന്ദ്യവും സെറിബ്രൽ പാൾസിയും ഓട്ടിസവുമുള്ള ഈ കുട്ടികളോടൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരും. നമ്മളുടെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുണ്ട്.